അവനെ നിങ്ങൾക്കറിയാമോ? സന്തോഷല്ലേ? ഇവൻ എന്റെ താഴത്തെ വീട്ടിലെ ചെറുക്കനാ. ഇവൻ എങ്ങനെ ഇവിടെ? അച്ഛന്റെ കഴുത്തറുത്തു, സ്പോട്ടിൽ ഔട്ടായി. നടന്നത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലാ. ചോദിച്ചപ്പോ നിങ്ങളെ തേടിയ ഒരു ജപ്പാൻകാരൻ വന്നു, ചൈനക്കാരൻ വന്നു എന്നൊക്കെയാ പറയുന്നേ. സന്തോഷ്, ചേച്ചി, ഞാനൊന്നും ചെയ്തില്ല ചേച്ചി. ശബ്ദം കേട്ടാണ് അച്ഛൻ പോയത്. നിങ്ങളുടെ വീട് കുത്തി തുറക്കാൻ ഏതോ ചൈനക്കാരൻ ശ്രമിക്കുന്നത് കണ്ടു. അച്ഛൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന്. അച്ഛന്റെ പുറകെ ഞാനും പോയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതൊന്നും അറിയില്ല ചേച്ചി. വീണ്ടും വീണ്ടും ഇത് തന്നെയാ പറയുന്നത്. ഹലോ, ക്യാൻ യു ഹിയർ മീ? ഹലോ ഹലോ. ഇവനാ ചേച്ചി, ഇവനാ സർ, ഇവനാ ചേച്ചി. അവൻ ഇവിടെ വന്നു ചേച്ചി. ഓടിക്കോ ചേച്ചി, ചേച്ചിനെ അന്വേഷിച്ചാ വന്നത്. അവൻ താഴെയുണ്ട്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഹലോ ഹലോ ഹലോ. പുറത്തു വിടരുത്, വേഗം. ചേച്ചി പോയിക്കോ ചേച്ചി, ചേച്ചി അന്വേഷിച്ചാ വരുന്നത്. പോയിക്കോ സർ. ചേച്ചി ചേച്ചി പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കരുത്. സാറേ, എന്താ ഇത്? ആരേവൻ? സാറേ, നിങ്ങളിവിടെ നിൽക്കണ്ട, വേഗം പോ, വേഗം പോ ചേച്ചി. നിക്ക് നിക്ക്. വേഗം പോ. കം കം കം. Don't move. അതിലേ പോ. അവൻ നോക്കിയതും പോലീസുകാർ തമ്മിൽ വെടിവെക്കുന്നു. ആരാവൻ? ആ ചെറുക്കം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്താ ഇതൊക്കെ? അത് ഹിപ്നോട്ടിസമാണ്. ദൃഷ്ടിമർമ്മം ഇവിടെ നിന്നും പോയൊരു കലയാണ്. എന്നാ ചൈനയിൽ നിന്നും എന്തിനായിരിക്കും അവൻ വന്നത്? അവൻ നമ്മളെ കൊല്ലേണ്ട കാര്യം എന്താന്നറിയുന്നില്ലല്ലോ. ഓട്ടോ തിരിച്ചുവിടെ. ഫോളോ ചെയ്യണം. ഓട്ടോ തിരിക്കാനാ പറഞ്ഞേ. എന്തിനു വേണ്ടി? ഇപ്പോഴല്ലേ അവന്റെ അടുത്ത് രക്ഷപ്പെട്ട് വന്നത്. അവൻ എവിടുന്നാ വന്നത്, എന്തിനാ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയില്ല. എന്താന്ന് അറിയണ്ടേ? ഓട്ടോ തിരിച്ചുവിടെ. അരവിന്ദ്, അരവിന്ദ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അരവിന്ദ്, ഇത് അപകടം പിടിച്ചതാണ്. അവനാ അത്. ആ വണ്ടി ഫോളോ ചെയ്യണം. വേഗം തിരികെ. അവനെ സഹായിക്കുന്ന ആരോ ഇവിടെയുണ്ട്.
ഇത് നിന്റെ പ്രൊഫസർ അല്ലേ? അരവിന്ദ്, അകത്തേക്ക് വാ വേഗം, ഇവിടെ ആരുമില്ല. സെറ്റപ്പ് ആണല്ലോ. ഇതൊരു പ്രൊഫസറിന്റെ വീടാണെന്ന് തോന്നുന്നു. ഓക്കെ, അവരെപ്പോഴാ വരുന്നേന്ന് അറിയില്ല. അതിനു മുമ്പ് ഒന്ന് പെട്ടെന്നാവട്ടെ. ഒന്നും പറയാതെ തേടാൻ പറഞ്ഞ എന്ത് തേടാനാ? ചൈനക്കാരനും പ്രൊഫസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയേണ്ടത്. ആ. ഏതെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായാൽ എന്നോട് പറയും. ഓക്കെ? Oh God. അരവിന്ദ്, അരവിന്ദ്, അയാൾ എപ്പോഴാ വരുന്നെന്നുള്ള ടെൻഷനിലാ ഞാനുള്ളത്. ഏതെങ്കിലും മേശയിലോ അലമാരിലോ നോക്കാനുള്ളതിന് നീ ഇങ്ങനെ ചവിട്ടിയോട്ടയില്. ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാൾ വായിക്കുന്ന ബുക്ക് നോക്കണം. പിന്നെ ചീത്ത സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചവറ്റുകൊട്ട നോക്കിയാൽ മതി. ട്രാഷില് 2 മെയിലുണ്ട്. ഓപ്പറേഷൻ റെഡ് എന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തോ ചെയ്യാൻ പോവുകയാ. അതിനായിട്ട് ഡോങ്ലി എന്ന് പറയുന്ന ഒരുത്തിനെ അയച്ചിട്ടുണ്ട്. ഈ ചൈനക്കാരന്റെ പേരായിരിക്കും ഡോങ്ലി എന്ന്. എന്നാ ഈ പ്രൊഫസറിന് എന്ത് ലിങ്ക് ആയിരിക്കും ഇവനായിട്ട്? ഇന്ത്യൻ മണിയിൽ 300 കോടി ഇല്ലീഗലായിട്ട് കൊടുത്തിട്ടുണ്ട്. 300 കോടിയോ? ഈ ഫയലിന്റെ കോപ്പി ഞാൻ എന്റെ മെയിലിലോട്ടൊന്ന് അയക്കട്ടെ. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. യാ, നാളെ പ്രൊഫസറിനെ കോളേജിൽ മീറ്റ് ചെയ്യാം. ഈ മെയിൽ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വരട്ടിയാ എല്ലാ സത്യവും പുറത്തു വരും. One second. It's who? Shubha. Doctor. ഹലോ സാർ, സോറി ടു ഡിസ്റ്റർബ് യു. നാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? Is it about your... അതെ, ആ റിസർച്ചിനെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. 1 minute, Shubha. She wants to meet me in my department tomorrow. ഐഡിയ ചോദിക്കുക. നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ. ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണ്ട, ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വരാൻ പറയും. Shubha, നാളെ നമുക്ക് ആൾവാർപ്പെട്ട സിഗ്നലിനടുത്ത് മീറ്റ് ചെയ്താലോ? 9 മണിക്ക്, ഓക്കെ? അവിടെ ഏതെങ്കിലും കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. നാളെ 9 മണിക്ക് ആൽവാർപേട്ട് സിഗ്നലിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വലയിൽ ആരാ കുടുങ്ങാൻ പോകുന്നത് നമുക്ക് നോക്കാം. കുറച്ചു കാലമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇപ്പോഴാണോ നിനക്ക് ഇതെല്ലാം ചോദിക്കാൻ തോന്നിയത്? അച്ഛൻ തഞ്ചാവൂരിൽ ഒരു വലിയ സിദ്ധവൈദ്യനാ. നല്ല കഴിവുള്ള ആളാ. വലിയ വലിയ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട് കളഞ്ഞ കേസൊക്കെ സാധാരണയായിട്ട് അച്ഛൻ ഗുണപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സിന് അത് തടസ്സമായി വന്നതുകൊണ്ട് എന്റെ അച്ഛനൊരു വ്യാജ ഡോക്ടറാണ്, പഠിക്കാതെയാണ് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞ് 3 കൊല്ലത്തേക്ക് ജയിലിലാക്കുകയായിരുന്നു. അങ്ങനെ മനപ്രയാസത്താൽ അച്ഛൻ കുറച്ചു നാൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഇപ്പൊ തഞ്ചാവൂരിലുള്ള ഞങ്ങളുടെ വൈദ്യശാല ഒരു ലോഡ്ജാണ്. എനിക്ക് വാടക കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. നല്ല ക്ഷീണമുണ്ട് അരവിന്ദ്. കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നീ ഉറങ്ങരുതേ പ്ലീസ്. ഈ സമയത്ത് ഫോർവേഡ് മെസ്സേജോ? സബ്സ്ക്രൈബർ ഈസ് സ്ലീപ്പിംഗ്. According to the James version, a liquid starch of the DNA allows to extract the DNA and club them together. So why this? We can also isolate. A
എത്രയും പെട്ടെന്ന് റൈസ് അവോയ്ഡ് ചെയ്യണം. വീണ്ടും പവർ യോഗയ്ക്ക് പോണം. കുളിക്കുമ്പോ കണ്ണാടിയിൽ നോക്കിയ തടി വെച്ചത് പോലെയുണ്ട്. ഇന്ന് അബിയും ഞാനും ഭയങ്കര വഴക്കിട്ടു. അരവിന്ദിനെ അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പോയി അവന്റെ അടുത്ത് പറയണമെന്ന്. കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അപ്പൊ നിനക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുവാ. എന്താ എനിക്ക് സ്നേഹിച്ചൂടെ? അവൻ എന്തോ ലവ് ഫെയിലിയർ മൂഡില് റിസർച്ചിന് സമ്മതിച്ചു. എന്നാൽ അത് വെച്ച് ഇപ്പൊ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് അവനോട് ലവ് ഒന്നുമില്ല. അവൻ കൂടെയുള്ള സമയത്ത് ഒരു സന്തോഷമുണ്ട്, പിന്നെ ധൈര്യം തോന്നുന്നുണ്ട്. റിസർച്ച് കഴിഞ്ഞു കഴിയുമ്പം നോക്കാം. അത് അത് ഫോണ് ബീപ്പ് 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 ഫോർവേഡ് വന്നപ്പോ ഞാന് അല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് വന്നപ്പോ ഓക്കേ. ഞാന് ബീപ്പ് കേട്ടു.